വിശ്വാസികൾ ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പമാണെന്നേ. വിശ്വാസികൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ഈ ശബരിമലയിൽ ഏറ്റവും അധികം വികസനം നടത്തിയത് ആരാ? 1000 കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയത് ഈ കേരളത്തിൽ ഇടതുപക്ഷം വന്നിട്ടാണ്. 64,006 കുടുംബങ്ങളെയാണ് ഇവിടെ അതിദാരിദ്ര്യ മുക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തിനകത്ത് യുവജനങ്ങൾക്ക് അവരുടെ തൊഴിലെന്ന സ്വപ്നം 2,43,000 പേർക്കാണ് PSC മുഖേന തൊഴിൽ കൊടുത്തത്. ഈ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ? അത് കാണണ്ടേ. അത് മാത്രമല്ല, പട്ടയങ്ങൾ നമുക്കറിയാം. ഭൂമിയില്ലാത്ത 4,956 കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകിയത്. സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതാണ്. അതുപോലെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കുള്ളത് ഈ കേരളത്തിലാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നാട് ഈ കേരളമാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയിട്ടുള്ള ഒരേ ഒരു നാട് അത് കേരളമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരിച്ച ഏക സംസ്ഥാനം ഈ രാജ്യത്തിനകത്ത് കേരളമാണ്. കേരളം മുന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷം നിങ്ങൾക്ക് ഇപ്പോഴുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്വാധീനത്തെ നിലനിർത്തി മുന്നോട്ടോ എങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ 15 ഇടങ്ങളിൽ ഇടതുപക്ഷത്തിന് പകരമായി നിൽക്കാൻ ആരുമില്ല. ഇടതുപക്ഷം വിജയിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ്. ഈ കേരളത്തിനകത്ത് ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിന്റെ വലിയ തേരോട്ടമുണ്ടാകും.